പോയിച്ചേ പോ. നമ്മളിങ്ങനെ ചിരിക്കുകയും ഇങ്ങനെ ആക്കി കൂടെ 5 പാക്കറ്റാണ് കേട്ടോ, 5 പാക്കറ്റാണ്. ഹലോ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഇന്ന് രണ്ടുപേരും ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. പിന്നെ ഈ ടാറ്റു കാണിക്കാനല്ല ഇത് അതെ പോവട്ടെ. ഈ ടാറ്റു കാണിക്കാനല്ല കേട്ടോ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ആരും ഈ ടാറ്റുലോട്ട് നോക്കല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ എന്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ. ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന ഫേസ് പാക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഏതാണെന്നുള്ളത്. ആ ഫേസ് പാക്ക് ഇപ്പൊ നമ്മൾ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പേ മേക്കപ്പ് ഒക്കെ ചെയ്യുമല്ലോ. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഒന്ന് എന്തെന്ന് പറയണതിന് നല്ല ഗ്ലോ ചെയ്യാൻ, നല്ല ബ്രൈറ്റ്നസ് തോന്നിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരുപാട് ഫേസ് പാക്ക് ഉണ്ട്. നമുക്കത് ഒരുപാട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതിന്റെ ബ്രാൻഡും കാര്യങ്ങളും റേറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഫസ്റ്റ് നമ്മളൊന്ന് ക്ലെൻസ് ചെയ്യണം മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മുടെ ഫേസ് നമുക്ക് ക്ലെൻസ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യാൻ പോകണം കേട്ടോ. ഹിമാലയയുടെ എന്താണ് നീം ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലെൻസ് ചെയ്യണേ. ആണെങ്കിൽ എന്നോ ഫോൺ നമ്പർ ഒക്കെ എഴുതി വെച്ചിരിക്കണം, മഷിക്ക് പോരട്ട്. ഓക്കെ, വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാം കാണിക്കാൻ ഒരു ഇത് ഇല്ല. അങ്ങോട്ട് തേച്ച് പതപ്പിച്ച് നല്ല മഴയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്യാമറ വെക്കാനായിട്ടൊക്കെ വെളിയിലോട്ട് കുറച്ച് നീക്കി വെക്കാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ. ഉള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കഴുത്തിലും നല്ലപോലെ ക്ലൻസ് ചെയ്യുക. ഓയിൽ നല്ല ഓയിലി ഫേസ് ആണെന്നുണ്ടെങ്കിൽ ആ ഓയിലൊക്കെ കംപ്ലീറ്റ് പോകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ക്ലൻസ് ചെയ്യണം. ചെയ്താനു കഴിഞ്ഞ. അപ്പൊ ഇത് ഞങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമേ. ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അനു ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് സുന്ദരനായിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ അടുത്ത നമ്മുടെ ഫേസ് പാക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പൊ ഫേസ് പാക്ക് ഏതാണെന്നുള്ളത് പറയാം. അതിനു മുമ്പേ നമുക്ക് ആ ബൗളിങ് എടുക്കണം. ആദ്യം ഇത് മിക്സ് ചെയ്യാം. ഇത് കുറെ പാക്കറ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഇത് ഇങ്ങനെ പാക്കറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. കാണിച്ചു തരത് വേറെ ഒന്നുമില്ല. ഇത് ഒരു പാക്കറ്റ് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ബൗളുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമുക്ക് രണ്ടുപേരുടെ ഫേസിൽ നെക്കിലും കൂടി ഇടാൻ വേണ്ടി മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. സൈഡ് കട്ട് ചെയ്ത് നോക്കും. അങ്ങനെ പൊട്ടിച്ച് പൊട്ടിപ്പോവും. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂൺ യൂസ് ചെയ്തിട്ടാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ ഫേസ് പാക്ക്. ഒരു പാക്കറ്റിനകത്ത് കുറച്ചേ ഉള്ളൂ. ഇതിലോട്ട് നമ്മൾ തട്ടയാണ്. ആവശ്യത്തിന് രണ്ടുപേർക്കും കൂടെ ആയിട്ട് ഫുള്ള് വേണോ? ഇത് അത്യാവശ്യം ഉണ്ടല്ലോ. കുറച്ചുകൂടെ തട്ടല്ലേ. പകുതി എടുത്താൽ മതി കേട്ടോ രണ്ടുപേർക്കും കൂടെ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഓറഞ്ച് പീ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, നല്ലൊരു സ്മെല്ലുണ്ട് അല്ലേ. നല്ല മണച്ചോളൂ അല്ലേ. ഓറഞ്ചിന്റെ ഒക്കെ ഒരു ഇതാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് ചിലപ്പോൾ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം, ടൊമാറ്റോ ജ്യൂസിൽ മിക്സ് ചെയ്യാം, ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്യാം, പിന്നെ പാലിൽ മിക്സ് ചെയ്യാം, തൈരിൽ മിക്സ് ചെയ്യാം. ഞങ്ങൾ ഇന്ന് തൈരും ഉണ്ട് പാലുണ്ട്. ഏതെടുക്കണം നമുക്ക്? പാലിൽ മിക്സ് ചെയ്യാം അല്ലേ. കാണാമോ? പാല് നിൽക്കേ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ മിക്സ് ചെയ്തിട്ട് വീണ്ടും കുറച്ചുകൂടെ പാല് ഒഴിച്ചു. ഇനിയും വേണ്ടി വരും. മതി. ഈയടാ വെള്ളം നിറഞ്ഞു പോയി തോന്നും. പാല് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി മുൾട്ടാണി മിട്ടിയും കൂടെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ല തിക്കായിട്ട് നല്ല ക്ലേ ആ ഒരു ടെക്സ്ചറിലേക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മുടെ ഫേസിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്ലൈ ചെയ്ത് കേട്ടോ.
എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന പാൽ അത്ര അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും, കട്ടിയായി പോയിക്കൊണ്ടേയിരിക്കും. അപ്ലൈ ചെയ്യണം, ഞാൻ ചെയ്തു തരണം. ഓക്കെ, കൈ കൊണ്ട് തന്നെ ചെയ്യാണ് കേട്ടോ, നമുക്ക് അതൊക്കെ അല്ലേ എളുപ്പം. തണുപ്പുണ്ടോ? മുടി ഒന്ന് ബാക്കിലോട്ട് ഒരുപാട് ആക്കണ്ടല്ലോ, മുടി മുകളിലോട്ട് പൊക്കോ. ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് ഇങ്ങോട്ടോ, ഇങ്ങോട്ട്. ആ തിരി, ഇങ്ങോട്ട് തിരി. ആ ഈ സൈഡിലെ മുടി വെക്കോ. കഴുത്തിലിടണോ? എങ്ങനെയുണ്ട്? ഇനി ഞാൻ അപ്ലൈ ചെയ്യണേ. ഇത് ഞാൻ രണ്ടാമതൊന്നുകൂടെ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് കുറച്ച് തിക്കാക്കി, കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത് അബ്സോർബ് ആയി പോവാണ്, തിക്കായി പോവാണ്. സമയമില്ല കേട്ടോ, എന്തൊക്കെ ജോലി ചെയ്യാനുണ്ടോ. ജോലിയുള്ള ആളെയാണ് ഞാൻ വിളിച്ചിരുത്തിയിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലോട്ട് ആരെങ്കിലും വരണമെങ്കിൽ തീർന്നു. ഒരു ബുള്ളറ്റ് വീടിന്റെ നടയിൽ നിന്ന് നിൽക്കുന്നുണ്ടോ, നമ്മള് ഇങ്ങോട്ടാണോ? നേരെ കുഴപ്പമൊന്നുമില്ല. കണ്ണിന് ചുറ്റൊക്കെ ഇടാം കേട്ടോ. നല്ല മണമുണ്ട്, നല്ല സോഫ്റ്റ് ആണ്, നല്ല തണുപ്പുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സംഭവം. പണ്ട് ഞാൻ ഇതിന് മുന്നേ മുൾട്ടാടിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ കുറച്ച് തരി കൂടുതലാണ്, ഭയങ്കര ഒരു റഫ് സ്കിന്ന് പോലെയൊക്കെ തോന്നും. പക്ഷെ ഇത് നല്ല ക്രീമായിട്ട് നല്ല പേസ്റ്റ്, നല്ല കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയോ വ്യത്യാസം വന്നിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നമ്മുടെ ഫേസിലും അത്യാവശ്യം നമ്മുടെ അവന് കുടിക്കാനുള്ള പാലാണ് നമ്മുടെ അടുത്ത് ഫേസ് പാക്ക് ആക്കിയത്. അപ്പം ഇത് എന്താണ്, അതോടൊപ്പം പിണങ്ങി പോയി. അതൊന്ന് ഷൂട്ട് ചെയ്യാനും അതങ്ങ് പോയല്ലേ, ചാടി ഇനി എടുത്തിട്ട് കാര്യമില്ല, ചാടി. ഓക്കെ, അപ്പോട്ട്. അപ്പം എന്താണ്, ഇത് ഒരു പാക്കറ്റാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പാക്കറ്റാണ്. ഈ ഒരു പാക്കറ്റ് നമുക്ക് ഒരാൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നെക്കിൽ ഇടാൻ വേണ്ടിയുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. രണ്ടുപേര് യൂസ് ചെയ്യുന്നാലും പകുതിയോളം മതി. പകുതിയും വേണ്ട അല്ലേ? പകുതിയും വേണ്ട, കൂടുതലുണ്ട്. ഇനിയും മിച്ചമുണ്ട് ഇതില്. നമുക്ക് ഈ ബൗളിൽ കുറച്ചുകൂടെ മിച്ചം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളത് വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ഡബിൾ കോട്ടിങ് ഇടാം. ശരിക്കും മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്ലേ ആണ്. നമ്മുടെ ഫേസിൽ, നമ്മുടെ സ്കിന്നിന് യോജിച്ച് ഒരു ക്ലേ ആണ്. പക്ഷെ ഇത് ഇപ്പം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് സംഭവം. നല്ല സ്മൂത്ത്, നല്ലൊരു സമാധാനപ്പെടും. ഇനി ഇത് കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ഡബിൾ കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ കറക്റ്റ് ഡബിൾ കോട്ടായി, നല്ല തിക്ക് ലെയറായി, നല്ല തിക്കായി. ഇനി ബാക്കിയും കൂടെ ഉള്ളത് കളയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് കോട്ടിങ് മതി. കണ്ണിന്റെ ചുറ്റും കണ്ണില്ല, കണ്ണെന്ന് പറഞ്ഞാൽ എത്തുപൂര ഭാഗമല്ലേ ഉള്ളൂ. കണ്ണിൽ വണ്ണമൊന്നും ഇല്ല. ഞാൻ കൈവച്ച് കുത്തി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, ആണെങ്കിൽ ഇനി കഴുത്തിലിടാം. ആണോ? കഴുത്തിലിട്ട ടാലിയാവും.
നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടും അറിയാലോ, നമുക്ക് നെക്കിലും കൂടെ നമ്മൾ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെ, ഓക്കെ. ഇനി അപ്പൊ നമ്മൾ രണ്ടുപേരും ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നമ്മള് എന്താണ്, ഒരു സാധാരണ വെയിലുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫേസ് പാക്ക് ഉണങ്ങി കിട്ടും. അതായത് സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയി കിട്ടും. ഒരു 10 മിനിറ്റ് ഒക്കെ മതി. പക്ഷെ ഇന്ന് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് അത്യാവശ്യം ഒരു ടൈം എടുക്കുമായിരിക്കും. ഒരുപാട് ടൈമൊന്നും എടുക്കൂല, കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാണല്ലേ, ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഉണങ്ങിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇന്ന് അതുപോലെ നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. നല്ലപോലെ ഇല്ലെങ്കിലും എന്നാലും മഴയുള്ള ദിവസമാണ്, വെയിൽ കുറവാണ്. ആ ഒരു ഈർപ്പൊക്കെ ഉള്ളത് കൊണ്ട് എന്താണ്, ഇത് ഫേസ് പാക്ക് ഉണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഇതിൽ കൂടുതൽ വെച്ചോണ്ടിരിക്കാനൊന്നും വയ്യ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഈച്ച ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ നടന്ന ഈച്ചയൊക്കെ ശല്യം. ഓക്കെ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ സ്കിന്നിൽ ചൊറിച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫേസ് പാക്ക് ഇങ്ങനെയുള്ള പൗഡേർഡ് ഫേസ് പാക്ക് ഒക്കെ ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്ന ഒരാളാണ്. മുൾട്ടാണി മിട്ടി ആയാലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഏകദേശം കുറേ നാളായി, വർഷങ്ങളായി ഇപ്പം യൂസ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഈ മുൾട്ടാണി മിട്ടിയുടെ കാര്യത്തിൽ തന്നെ എനിക്കൊരു ഡിഫറൻസ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു, കുറച്ചുകൂടെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഒക്കെ കൂടിയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്കിന്നിൽ ചെറിയൊരു ചൊറിച്ചിലൊക്കെ, അതായത് സ്കിന്നിൽ ചെറിയ ചെറിയ അഴുക്കുകളുള്ളത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാവുന്നുള്ളത്. അപ്പോൾ എനിക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ തോന്നിയിട്ടുണ്ട് സ്കിന്നിൽ കേട്ടാ. പിന്നെന്താണ്, അപ്ലൈ ചെയ്തപ്പോൾ നല്ല കൂൾനെസ് ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇതാണ് അപ്പം എനിക്ക് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത്. പിന്നെ എന്റെ സ്കിന്നിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. പിന്നെ ചില ഈച്ച എന്തൊരു കഷ്ടം. ഓക്കെ. അപ്പൊ അനു, നിനക്ക് എന്താണ് ഫീൽ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചെറിച്ചിലൊന്നും ഫീൽ ഇല്ല. എനിക്ക് നല്ല ഡ്രൈ ആയിട്ട് തോന്നി. പിന്നെ ഞാൻ അങ്ങനെ സ്കിന്നിലും ഫേസിലൊന്നും ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഒരുപാടൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം കഴുകുന്നല്ലാതെ ഫേസ് പാക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനാണ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇല്ലാതാക്കണത്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആണ്. അങ്ങനെ ചൊറിച്ചിലായിട്ടൊന്നുമില്ല. ഈച്ചയെ കൊണ്ട് തോറ്റ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ സംഭവം ഇവിടെ മഴയും പെയ്യുന്നുണ്ട്, പിന്നെ എന്തോ ഇവിടെ ഈച്ചയൊക്കെ അങ്ങനെ അങ്ങനെ ഒട്ടി നടക്കുന്നുണ്ട്, പറന്നുണ്ട്. അത് ശല്യമാണ്. ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോവാനാണ്. ഇത് ഇവിടെ മിക്സ് ചെയ്യാൻ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവിടെ അത്ര ഈച്ച വന്നിരിക്കാൻ തുടങ്ങിയത് കേട്ടോ. എനിക്കൊന്ന് പൂച്ചയുടെ പാലും കൂടെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, പാലിന്റെ. അപ്പൊ നമ്മള് എന്തായാലും ഇതൊന്നും ഫേസിലിട്ടിട്ട് നമ്മളിങ്ങനെ ചിരിക്കുകയും ഇങ്ങനെ ആക്കി കൂടെ ഇത് വലിയും, സ്കിന്ന് വലിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് നനച്ചു കൊടുക്കുക. ഓക്കെ. നനച്ചു കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫേസ് പാക്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊള്ളാം, നല്ലതാണ്. ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ ഫേസിന് തരുന്നുണ്ട്. അതെ. പിന്നെ നമ്മൾ എന്താണ്, ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട്, അരമണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ഫേസ് പാക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ ഇട്ടിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടൊക്കെ തോന്നും. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ബഞ്ചാരാസിന്റെ മുൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ആണ്, ഓറഞ്ച് ഫേസ് പാക്ക് ആണ്. ഇത് ഓറഞ്ച് ഉണ്ട്, മുൾട്ടാണി മിട്ടി മാത്രം കിട്ടും. ഓറഞ്ചിന്റെ പീൽ പൗഡർ ആഡ് ചെയ്യാത്ത ഓറഞ്ച് മുൾട്ടാണി മിട്ടി മാത്രം കിട്ടും. പിന്നെ മുൾട്ടാണി മിട്ടിയും പപ്പായയും കൂടെ ചേർന്നത് കിട്ടും. പിന്നെ മുൾട്ടാണി മിട്ടിയും സാൻഡലും കൂടെ ചേർന്നത് കിട്ടും. ഇങ്ങനെ 3 ഫ്ലേവറിലാണ് കിട്ടുന്നത്. 3 4 ഇതും കൂടെ ചേർത്ത് 4 ഫ്ലേവറിലാണ് കിട്ടുന്നത്. റേറ്റ് വരുന്നത് 60 രൂപയാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ പ്ലെയിൻ വാട്ടറിൽ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം, റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാമെന്ന് ഇവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തതുപോലെ പാലിലും തൈരൊക്കെ അപ്ലൈ ചെയ്യാം. ഫേസ് നെക്കിൽ വിടുക, കണ്ണിന്റെ ഏരിയ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് കണ്ണിലൊക്കെ വരെ ഇട്ട് കേട്ടോ. പക്ഷെ എനിക്ക് ചൊറിച്ചിൽ ഫീൽ ചെയ്ത് എന്റെ സ്കിന്നിൽ എനിക്ക് തോന്നുന്നു നല്ലപോലെ അഴുക്ക് കാണും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും, ടാൻ ഒക്കെ കാണും നല്ലപോലെ. അപ്പൊ അതുകൊണ്ടായിരിക്കും നല്ലപോലെ റിയാക്ഷൻ വന്നത്. പിന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കിവിടെ മഴ ആയതുകൊണ്ട് ഒരു 20-25 മിനിറ്റ് ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ വെള്ളം വെച്ച് കഴുകി കളയാന്ന് പറയുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ.
ഇതിന്റെ റേറ്റ് വരുന്നത് 60 റുപ്പീസ് അല്ലേ, 60 രൂപയാണ്. 60 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നാല് ഫ്ലേവറിൽ അവൈലബിൾ അത് ആണ്. പറഞ്ഞു നമ്മള്. പിന്നെ ഇത് ഓൺലൈനായിട്ട് വാങ്ങാതിരിക്കുക. നമ്മുടെ എല്ലാ ഫാൻസിയിലും കിട്ടുന്ന ഒരു സംഭവമാണിത്. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും അല്ലേ, മെഡിക്കൽ സ്റ്റോറിൽ കാണും, ചിലപ്പോൾ കാണും, കോസ്മെറ്റിക് ചിലപ്പോൾ കാണും. എന്തായാലും ഓൺലൈൻ ആരും വാങ്ങണ്ട. വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം കൊള്ളാൻ തോന്നി. നമ്മളും ഇതുപോലെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് അരമണിക്കൂറായിട്ട് നമ്മൾ ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. പിന്നെ 1, 2, 3, 4, 5 പാക്കറ്റാണ് കേട്ടോ. 5 പാക്കറ്റാണ്. ഈ 5 പാക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാക്കറ്റ് ഫുള്ള് വേണ്ട നമുക്ക്. പകുതിയും നമുക്ക് അല്ലേ, നമുക്കത് ഡബിൾ കോട്ട് ചെയ്തല്ലേ നമ്മൾ ഇട്ടത്. അത്രയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.